എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. സോ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ ID, പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒക്ടോബർ 7-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീ അടയ്ക്കണം. ടോക്കൺ ഫീ അടയ്ക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്താണ് ട്യൂഷൻ ഫീ സ്ലിപ്പ് എന്ന് ഒരു ലിങ്ക് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ആ സ്ലിപ്പിനകത്ത് എത്രയാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ചെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടോക്കൺ ഫീ അടയ്ക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അവർ എന്ത് ചെയ്യും, ഒരു റെസിപ്റ്റ് പോലെ എന്തെങ്കിലും തരുന്നതായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയത്ത് അതുകൂടെ നിങ്ങൾ ഡോക്യുമെൻസിൻ്റെ കൂടെ വച്ചിരിക്കണം. ടോക്കൺ ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 7-ാം തീയതിയാണ്. സോ ആ ടൈമിനുള്ളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരെല്ലാവരും എന്ത് ചെയ്യുക, ടോക്കൺ ഫീ അടയ്ക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രമാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഈ പറഞ്ഞ തീയതി, അതായത് ഒക്ടോബർ 7-ാം തീയതി വരെയാണ് സമയം. സോ എന്താണ്, അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരെ, റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും താല്പര്യമുള്ളവർ എന്താണ്, അത് ഒക്ടോബർ 7-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക. ഈ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഈ ഒരു പ്രോസസ്സിൽ, അതായത് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ല ചെയ്യേണ്ടത്, കോളേജ് ഓപ്ഷൻ റീഅറേഞ്ചും ഡിലീറ്റുമാണ് ചെയ്യാൻ പറ്റുന്നത്. പുതിയ കോളേജസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ കൊടുത്ത ഓപ്ഷൻസിലുള്ള കോളേജസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമാണ് പറ്റുന്നത്. പുതിയ കോളേജസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതൊക്കെ കോളേജസിലാണ് എത്ര ഇൻഡെക്സ് ഉള്ളവരെ, എത്ര റാങ്ക് ഉള്ളവരെയും കാറ്റഗറി അനുസരിച്ചും സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും എവിടെയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, ഒഫീഷ്യൽ സൈറ്റിൽ ടോപ്പിൽ എന്താണ് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ലോഗിൻ ചെയ്യൂലേ, ആ ഓപ്ഷനാണ് ആദ്യം കാണുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ അലോട്ടഡ് ലിസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പുതിയൊരു പേജിലോട്ട് പോകും. അതിൽ ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്ന് ഒരു ഹെഡിങ് പോലെ ഒരു ബോക്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് അതിലുള്ള കാൻഡിഡേറ്റ്സ് ആണ്. അതിൽ കോളേജസ് എന്നുണ്ടാവും, കോളേജ് എന്നുണ്ടാവും. ആ കോളേജിൽ നേരെ എന്താണ്, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ലിസ്റ്റിലുള്ള എല്ലാ കോളേജും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ആ കോളേജസിൽ എത്ര റാങ്ക് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, എല്ലാവരെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം എളുപ്പത്തിന് നോക്കണമെങ്കിൽ എന്താണ്, ലോഗിൻ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ ID, പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. പ്രത്യേക ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്ത് ചെയ്യണം, ടോക്കൺ ഫീ അടയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ അലോട്ട്മെൻറ്റ്സിലും ബാക്കി പ്രോസസ്സുകൾക്ക് ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ എന്താണ്, അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി റീഅറേഞ്ച് ചെയ്യണമെന്നുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു കോഴ്സിന്, അതായത് LBSന്റെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിന് 2 റെഗുലർ അലോട്ട്മെൻറ്റ്സ് ആണുള്ളത്. അതായത് 2 മെയിൻ അലോട്ട്മെൻറ്റ്സ് ആണുള്ളത്. അത് കഴിഞ്ഞ് വേക്കൻറ്റ് സീറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് എന്ത് ചെയ്യും, അവർ കണ്ടക്ട് ചെയ്യും. ഇനി എന്താണ് ഹയർ ഓപ്ഷൻസ്, എന്താണ് ലോവർ ഓപ്ഷൻസ് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതിനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ്. എക്സാമ്പിൾ പോലെ പറയാം. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് ടോട്ടൽ എന്താണ്, 10 കോളേജാണ് കൊടുത്തതെങ്കിൽ, ആ കാൻഡിഡേറ്റിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ 5ാമത് ഓപ്ഷൻ വെച്ച കോളേജാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, 6 മുതൽ 10 വരെ വെച്ച കോളേജ് ഓപ്ഷൻസിനെയാണ് ലോവർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ആ ലോവർ ഓപ്ഷൻസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. പിന്നെ ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ളത് 5ന് മുകളിലുള്ള, അതായത് 4, 3, 2, 1 എന്ന് പറയുന്നത്, അതായത് 1 മുതൽ 4 വരെയുള്ള കോളേജ് ഓപ്ഷൻസ് ആണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് ടോക്കൺ ഫീ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, അടയ്ക്കണമല്ലോ, അടയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്ത ഏതെങ്കിലും കോളേജാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ കോളേജിൽ അവസാനം ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജാണ് ഇഷ്ടമായത്, നിങ്ങൾക്ക് വേറൊരു കോളേജസ് ഇനി കിട്ടാൻ താല്പര്യമില്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഹയർ ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും, അടുത്ത അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് അവിടെ നിന്ന് കിട്ടിയാൽ പിന്നെ അത് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. സോ എന്താണ്, ഹയർ ഓപ്ഷൻസ് വേണമെന്നുള്ളവർ മാത്രം അതവിടെ വെച്ചേക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻസിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കണം. ഹയർ ഓപ്ഷൻസ്, ലോവർ ഓപ്ഷൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തൊരു കേസ് വരാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആദ്യം ഓപ്ഷൻ വെച്ച കോളേജിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിൽ എന്താണ്, ലോവർ ഓപ്ഷൻസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുമെന്ന് പറഞ്ഞു. അത് ഏത് ഓപ്ഷൻ കിട്ടിയാലും അതിൻ്റെ താഴോട്ടുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി പോകും. അതൊരു നോർമൽ പ്രോസസ്സാണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്താണ്, 1ാമത് വെച്ച കോളേജ് ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ ലോവർ ഓപ്ഷൻസ് ഡിലീറ്റ് ആയി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഹയർ ഓപ്ഷൻസ് ആ ഒരു കേസിലില്ല. കാരണം എന്താണ്, ആദ്യം വെച്ച കോളേജിന് മുകളിൽ ഒരു കോളേജസ് ഇല്ലല്ലോ, ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യും, എന്ത് ചെയ്യണം, നിങ്ങൾ ആ കോളേജിൽ തന്നെ എന്ത് ചെയ്യണം, അവസാനം ജോയിൻ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്താണ്, വേറെ ഓപ്ഷൻസ് എന്ത് ചെയ്യും, ഇനി കിട്ടാൻ സാധ്യതയില്ല. ആ കോളേജിലാണ് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, എന്താണ് ഞങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്, അതായത് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് 2ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വരും. അപ്പോൾ എന്ത് ചെയ്യും, വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതിനെപ്പറ്റി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിൽ എന്ത് ചെയ്യണം, LBSന്റെ പ്രോസ്പെക്ടസിൽ, അതായത് LBSന്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ്സും പിന്നെ എന്താണ്, ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അത് പ്രിൻ്റ് എടുത്ത് വച്ചിരിക്കണം. കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കൂടെ എന്ത് ചെയ്യണം, അതും കൂടെ കൊണ്ടുപോകേണ്ടി വരും. SC, ST, OEC കമ്മ്യൂണിറ്റിയിലുള്ള കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്താണ്, അവർക്ക് 100 റുപ്പീസാണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. അത് LBSന്റെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിൻ്റെ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് ചോദിക്കാം.
അടുത്ത പുതിയ അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.